ഓരോ ജന്മത്തിനും ഓരോ സോൾ പർപ്പസ് ഉണ്ട്. ആ സോൾ പർപ്പസ് തീർന്നാലേ നമ്മൾ മരിച്ചു പോകത്തുള്ളൂ. അപ്പൊ ആ സോൾ പർപ്പസ് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അപ്പൊ സോളിനെ പ്യൂരിഫൈ ചെയ്യണം. ഈ സോളിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം? ഈ സോളിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് ആത്മാവാണ്. സോൾ എന്ന് പറയുമ്പോൾ ആത്മാവാണ്. ആത്മാവിനെ ശുദ്ധീകരിക്കാനായിട്ട് ആത്മീയത കൂട്ടണം എന്ന് പറയും. അപ്പൊ ആത്മീയത കൂട്ടിയാലും ഇപ്പൊ പലരും പറയും, പലരും പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു, ഇതെല്ലാം പോയി ദൈവത്തിനെ വിളിച്ചിട്ട് നേരെ തൊട്ടിറങ്ങി വരുമ്പോൾ ആരെങ്കിലും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മാത്രല്ല, നമ്മള് വാട്ട് ഈസ് മീൻ ബൈ പ്രയർ എന്ന് വെച്ചാൽ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ആ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഭയങ്കര കോൺഷ്യസ്നെസ് ഹൈയിൽ നിൽക്കണം. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പണ്ടങ്ങാണ്ട് മറന്നു വെച്ച താക്കോലിന്റെ ഇതും കുക്കറിൽ എത്ര വിസിലടിച്ചു എന്നുള്ളതും ഇതൊക്കെ ഓർമ്മ വരുന്നത്. ദാറ്റ് ഈസ് നോട്ട് എ റിയൽ പ്രയർ. അപ്പോ നമ്മൾ എപ്പോഴും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോൾ പർപ്പസ് അല്ലെങ്കിൽ സോളിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താന്ന് വെച്ചാൽ ഞാൻ പറയാ ദാറ്റ് ഈസ് ഫോർഗീവ്നെസ്. അതായത് ക്ഷമിക്കുക എന്നുള്ളത്. നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ച ആൾക്കാരുണ്ടാവും, തേച്ചൊട്ടിച്ച ആൾക്കാരുണ്ടാവും, ഭയങ്കരമായിട്ട് നമ്മളെ മെന്റലി ഹരാസ് ചെയ്ത ആൾക്കാരുണ്ടാവും, ഇൻസൾട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. ഇവരെയൊക്കെ നമ്മൾ ഉള്ളുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക. അതാണ് സോള് പ്യൂരിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നെ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ കുറെ ധർമ്മം ചെയ്യാം. നമ്മൾ ചാരിറ്റി ചെയ്യാം. ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളോ കടം, നമ്മൾ തന്നെ ലോണിലാണ് ഓടുന്നത്, നമ്മൾ ഒരു മനുഷ്യനെ എങ്ങനെ സഹായിക്കാനെന്നുള്ള ചിന്താഗതിയാണ് നമുക്ക് വരാം. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ നമ്മളുടെ അല്ല, അത് അവകാശപ്പെട്ട അല്ലെങ്കിൽ അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് കുറെ പൈസ കിട്ടിയിട്ട് ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കൂല.